ഡേച്ചൂസ് കാക്കാസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയൊരു എപ്പിസോഡായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മഹേന്ദ്രയുടെ XUV700 എന്ന് പറയുന്ന ഒരു വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. മഹേന്ദ്രയുടെ ജീവിതത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടൊരു വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് XUV700 എന്ന് പറയുന്ന ഒരു വാഹനമാണ്. അതുമാത്രമല്ല, XUV500 നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനം തന്നെയായിരുന്നു. ആ ഒരു വാഹനം നിർത്തിക്കഴിഞ്ഞ ശേഷമാണ് നമുക്ക് 2021 ഓഗസ്റ്റില് ഒരു XUV700 എന്ന് പറയുന്ന ഒരു വാഹനം നമുക്ക് പുറത്തിറങ്ങിയത്. ഇപ്പോഴും നമുക്കൊരു ഫാൻ ബേസ് ഉള്ളൊരു വെഹിക്കിൾ തന്നെയാണ് നമുക്കൊരു XUV700 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം എന്താ പറയുക, മഴയും കാര്യങ്ങളൊക്കെയാണ്, വണ്ടി ആകെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇന്നാണ് ഈ വാഹനം കിട്ടിയത്. XUV700യുടെ ലക്ഷറി എഡിഷൻ ആണ്, AX7 ലക്ഷറി എഡിഷൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. പെട്രോൾ വേരിയന്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ് ഈ വാഹനത്തിന് വരുന്നത്. നമുക്ക് 1997 cc ആണ് നമുക്ക് വരുന്നത്. 200 bhp 380 Nm ടോർക്കാണ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു പെട്രോൾ വേരിയന്റിൽ നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ വരുന്നത് ഇതിന്റെ ഒരു ഗ്രില്ലാണ്. നമുക്ക് ഇതിന് എടുത്തു പറയേണ്ടത് ഒരു 4 വെർട്ടിക്കൽ സ്ലാറ്റ് ഉള്ള ഒരു ക്രോം ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ഉള്ള ഗ്രില്ലാണ് വരുന്നത്. ഈ ഒരു ട്വിൻ പീക്കിന്റെ മഹേന്ദ്രയുടെ പുതിയ ലോഗോ നമ്മുടെ XUV700 ഫസ്റ്റ് ടൈം നമുക്ക് വരുന്നത്. ബൾജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു എന്താ പറയാ, ഒരു ഗൗരവമുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നല്ലൊരു LED ഹെഡ് ലാമ്പ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ അതിമനോഹരമായ ഒരു DRL നമുക്ക് ഈ ഒരു ഇതിൽ പോകുന്നുണ്ട്. പിന്നെ സീക്വൻസ് ടേണിംഗ് ഇൻഡിക്കേറ്റർ നമുക്ക് ഇതിൽ പോകുന്നുണ്ട്. നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്തൊരു ഫോഗ് ലാമ്പ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു എയർ ഡാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഗ്രേ ഫിനിഷിംഗുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്കിതിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഗ്ലാഡിങ്, നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ഒരു ഗ്ലാഡിങ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിന്റെ 18 ഇഞ്ചിന്റെ അലോയ്സ് ആണ് ഇതിൽ വരുന്നത്. ഇൻഡിക്കേറ്റർ നമുക്ക് ഈ മിററിൽ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ക്യാമറ, 360 ക്യാമറ നമുക്ക് ഈ സൈഡിൽ വരുന്നുണ്ട്. ഇത് പുതിയ ഒരു ഫീച്ചർ എന്നുള്ള പറയുന്ന പോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് നമുക്ക് വരുന്നത്. പൊക്കത്തായിട്ട് നമുക്കൊരു റൂഫ് റെയിൽ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഗ്ലാസ് ഏരിയ ആണെങ്കിൽ നല്ലൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ക്വാർട്ടർ ഗ്ലാസ് ആണെങ്കിലും നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാത്തൊരു വലിയൊരു ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിലും വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ആരോ ഫിനിഷിങ്ങിലുള്ള ഒരു ടെയിൽ ലാമ്പ് ആണ് നമുക്ക് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇതിലും നമുക്ക് നല്ലൊരു LED ഇൻഡിക്കേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഷാർക്ക് ആന്റിന നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്പോയിലറിൽ സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു വൈപ്പർ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെയും നമുക്കൊരു 360 ക്യാമറയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്വിൻ പീക്കിന്റെ ലോഗോ, മെയിൻ ആയിട്ട് നമ്മുടെ XUV700 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ AX7 ലക്ഷറി എന്ന ബാഡ്ജും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 200 ലിറ്റർ ആണ്. വളരെ കുറവ് ബൂട്ട് സ്പേസ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ഈ 2 സീറ്റ് നമുക്ക് മറിച്ചിട്ടുമ്പോൾ നമുക്കൊരു കൂള് സ്പേസും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്ക് ഇനി ബമ്പറിന്റെ സൈഡിലും വന്നാൽ 2-3 സെൻസർ കാര്യങ്ങൾ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇന്റീരിയറിലെ കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇന്റീരിയറും. അത്യാവശ്യം നല്ല എന്താ പറയാ, ഒരു ലക്ഷറി സെറ്റപ്പ് എന്ന് തന്നെ നമുക്ക് സംസാരിക്കാം. എന്ന് വെച്ചാൽ ബെൻസിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെയാണ് നമ്മുടെ XUV700 വരുന്നത്. എന്താ പറയാ, ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡും കാര്യങ്ങളാണ്, ഒരു ലെതറിൽ വരുന്ന ഒരു ഡാഷും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇവിടെ ഒരു പാറ്റേൺ വരുന്നത് നമുക്കൊരു സിൽവർ ടൈപ്പ് ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഡോർ പാനലിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഡോർ ഹാൻഡിലൊക്കെ ഭയങ്കര ലക്ഷറി ഒരു ബ്ലാക്ക് ഫിനിഷ് ഗ്ലോസി ടൈപ്പിലുള്ള ഒരു ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. AX7 ലക്ഷറി കാറാണ് ഈ ഒരു വാഹനം, ഈ ഒരു വേരിയന്റ് ആണ്. അപ്പൊ അത്യാവശ്യം എന്താ പറയാ, ലക്ഷറി സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 12.25 ഇഞ്ചിന്റെ നമുക്ക് ഡ്യുവൽ HD സ്ക്രീൻ ആണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. ഇൻഫോടൈം സിസ്റ്റം 10.25 ഇൻഫോടൈം സിസ്റ്റം നമുക്കൊരു കണ്ടിന്യൂറ്റിയിലുള്ള ഒരു സ്ക്രീനാണ് നമുക്ക് ഇതിൽ പോയിട്ടുള്ളത്. അത് മാത്രമല്ല 70+ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് ഒരു പുതിയ വാഹനത്തിൽ വന്നിട്ടുള്ള ഒരു 83 ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് പാഡ് തീരുമ്പോൾ ഇൻഫോർമേഷൻസ്, നമുക്ക് വണ്ടിയുടെ ബാറ്ററി ലോ ആകുമ്പോൾ ഒരു ഇൻഫോർമേഷൻ, അങ്ങനെ കുറേ ഇൻഫോർമേഷനും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പുതിയൊരു വാഹനത്തിൽ നമുക്ക് വന്നിട്ടുള്ളത്.
സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുമ്പോൾ നല്ല അത്യാവശ്യം ലക്ഷറി സ്റ്റിയറിംഗ് വീലാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ട്വിൻ പീക്കിന്റെ ലോഗോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അലൂമിനിയം ഫിനിഷിംഗ് ഇതിൽ വരുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്, 3 സ്പോക്കിന്റെ സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ക്ലസ്റ്റർ മീറ്റിംഗ് വരുന്നത് ഇതിൽ നമ്മുടെ ഇൻഫോടൈംസിൽ കൂടെ വരുന്ന കണ്ടിന്യൂലി വരുന്ന ഒരു ക്ലസ്റ്ററാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഫ്യൂൽ എക്കണോമിയും കാര്യങ്ങളൊക്കെയാണ് ഇതിലും ഇൻഫോർമേഷൻ നമുക്ക് ഇതിൽ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് AC വെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും, പിന്നെ അതിൽ സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു വയർലെസ് ചാർജിങ്ങും, അതുകൂടാതെ നമുക്കൊരു ചാർജിങ് പോയിന്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇത് ട്രാൻസ്മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 സ്പീഡ് ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ ഓട്ടോ പാർക്കിംഗ്, ന്യൂട്രൽ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു റോട്ടറി സ്വിച്ചസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഈ റോട്ടറി സ്വിച്ചസിൽ നമുക്ക് ഇൻഫോടൈം സിസ്റ്റത്തിൽ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ആംറസ്റ്റിന്റെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾസ്റ്ററി ചെയ്ത ഒരു കിറ്റിലും സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മെമ്മറി ഫങ്ഷൻസോടുള്ളൊരു സീറ്റിംഗ് കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നമുക്ക് സീറ്റാണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്കിതിൽ 12 സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത്. സോണിയുടെ 12 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അത് ഈ AX7 ലക്ഷറിയിലാണ് നമുക്ക് ഈ ഒരു 12 സ്പീക്കേഴ്സ് വരുന്നത്. 7 എയർ ബാഗ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇതിന്റെ സേഫ്റ്റി ലൈൻ ഡിപ്പാച്ചർ വാർണിംഗ് വരുന്നുണ്ട്. നമുക്ക് എമർജൻസി ബ്രേക്ക് ലൈറ്റ് ഫ്ലാഷിംഗ് വരുന്നുണ്ട്. പിന്നെ ഫോർവേഡ് കോളിംഗ്സിൻ വാർണിംഗ് വരുന്നുണ്ട്. ABCBD അങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ലൈൻ ഡിപ്പാച്ചർ പ്രൊവിഷൻ വരുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ ADAS ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സ്പേസും കാര്യങ്ങളും ഉള്ളൊരു ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 7 സീറ്റർ ആണ് ഈ ഒരു വാഹനം. നമുക്ക് ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡും കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്കൊരു AC വെന്റും, പിന്നെ ഒരു ചാർജിങ് പോയിന്റും, പിന്നെ ഇവിടെ ഒരു ഫോൺ സ്പേസും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൺറൂഫ് വരുമ്പോൾ തന്നെ എന്താ പറയുക, വളരെയധികം ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സൺറൂഫ് നമുക്ക് തരുന്നത്. നമുക്ക് ഈ ഡോറിന്റെ സൈഡിലും വരുമ്പോഴും അതും ഭയങ്കര ലക്ഷറി സ്റ്റെപ്പ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അവിടെയും ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ള ഒരു ഡോർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. XUV700 എന്ന് പറയുന്ന വാഹനത്തിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 14,25,00,000 തുടങ്ങിയാണ് നമ്മുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വേറൊരു എപ്പിസോഡിൽ ഞാനൊരു 2023 വാഹനങ്ങളുടെ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമുക്ക് വയലാറ്റ് മഹീന്ദ്രയിൽ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളും വന്ന് കിടപ്പുണ്ട്. അതിന്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ അടുത്ത പുതിയൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഒരു XUV700 AX7 ലക്ഷറി വെഹിക്കിൾ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താ പറയാ, ലക്ഷറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് അഭിമാനിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം. സെറ്റപ്പിലാണ് ഈ ഒരു വാഹനം നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത്. ഈ വാഹനം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വയലാറ്റ് മഹീന്ദ്രയിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. അവർ വണ്ടി എന്തായാലും കൊണ്ടുവന്ന് എത്തിച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.